Hi everyone, welcome back to another video. എൻഗേജിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തിയിരിക്കുന്നത് സാംസങ്ങിന്റെ ഒരു ബഡ്ജറ്റ് ഫോണുമായിട്ടാണ്. നമുക്കറിയാം ഇന്ന് മാർക്കറ്റിൽ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളെക്കാളും ഏറ്റവും കൂടുതൽ റൺ ചെയ്യുന്നത് ബഡ്ജറ്റ് ഫോണുകൾ തന്നെയാണ്. നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ശരാശരി സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഇവിടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ബഡ്ജറ്റ് ഫോണുകൾക്ക് തന്നെയാണ്. ഇവിടെ മില്യൺ കണക്കിന് ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ വിറ്റഴിക്കുമ്പോൾ അതിലും എത്രയോ ഇരട്ടിയിലധികമാണ് ബഡ്ജറ്റ് ഫോണുകൾ വിറ്റഴിക്കുന്നത്. സാംസങ്ങിന്റെ തന്നെ മുമ്പത്തെ മോഡലുകളായ A30 and A30s ശേഷം പുതുതായി സാംസങ് അവതരിപ്പിച്ച A31 ആണ് നമുക്കിന്ന് അൺബോക്സ് ചെയ്യാനുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് സാംസങ് A31ൻ്റെ റീറ്റെയിൽ ബോക്സ്. വെള്ള നിറത്തിലാണ് ഇതിൻ്റെ റീറ്റെയിൽ ബോക്സ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലായി മാനുഫാക്ചർ ബൈ സാംസങ് ഇന്ത്യ ഇലക്ട്രോണിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പ്രിന്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. സാംസങ് A31 ഈസ് ഹിയർ. പ്രിസം ക്രഷ് ബ്ലൂ എന്നാണ് ഈ നിറത്തെ കമ്പനി വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ റീറ്റെയിൽ ബോക്സിൽ എന്തൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. തീർച്ചയായും ഇതിൻ്റെ ചാർജിങ് അഡാപ്റ്ററാണ്. 15 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് കമ്പനി ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ USB to C ടൈപ്പ് കേബിളാണ്. പിന്നെ അടുത്തതായി 3.5 mm ജാക്കോട് കൂടിയ ഹെഡ്സെറ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാം. സിം ഇജക്ഷൻ പിൻ, പിന്നെ യൂസർ മാനുവൽ. കമ്പനി ഇതിൽ ഒരു ക്ലിയർ കേസും കൂടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് റീറ്റെയിൽ ബോക്സിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ കണ്ടന്റ് സാംസങ് A31. ഇതിന് കമ്പനി നൽകിയിരിക്കുന്ന നിറത്തിൻ്റെ പേര് പോലെ തന്നെ പ്രിസം ക്രഷ് ബ്ലൂ, നല്ലൊരു അട്രാക്റ്റീവ് ഗ്ലോസി നിറമാണ് ഈ ഫോണിന് കമ്പനി നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ സൈഡിൽ വരുന്നത് വോളിയം റോക്കർ ആൻഡ് പവർ ബട്ടൺ, പിന്നെ ചാർജിങ് പോർട്ട് ടൈപ്പ് C, ഓഡിയോ ജാക്ക് 3.5 mm ഓടുകൂടിയ, പിന്നെ ഇതിൻ്റെ സിം ട്രേ, പിന്നെ ഇവിടെ ഒരു മൈക്കുമാണ് വന്നിരിക്കുന്നത്. ഏതായാലും നമുക്ക് ഈ ഫോൺ ഒന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. ഇതിൽ വന്നിരിക്കുന്ന വേർഷൻ എന്ന് പറയുന്നത് Android 10 ആണ്. കൂട്ടത്തിൽ ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസിനായി വന്നിരിക്കുന്നത് സാംസങ്ങിൻ്റെ തന്നെ കസ്റ്റം UI ആയ One UI 2.0 ആണ്. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ വരുന്നത് ഫുൾ HD+ 6.4 ഇഞ്ച് സൂപ്പർ AMOLED ആണ്. ഇതിനെ കമ്പനി വിശേഷിപ്പിക്കുന്നത് ഇൻഫിനിറ്റി U ഡിസ്പ്ലേ എന്നാണ്. സൂപ്പർ AMOLED ആയതുകൊണ്ട് തന്നെ ഈ ബഡ്ജറ്റ് ഫോണിന് നല്ലൊരു വ്യൂയിങ് എക്സ്പീരിയൻസ് തന്നെ കാഴ്ചവെക്കാൻ തീർച്ചയായും സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ PPI ആവട്ടെ 411 ഡെൻസിറ്റിയും ഒരു ബഡ്ജറ്റ് ഫോണിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റാൻഡേർഡ് പിക്സൽ പെർ ഇഞ്ചാണ് ഇതിന് കമ്പനി നൽകിയിരിക്കുന്നത്. ശരിക്കും ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് അടുത്ത് നിന്ന് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി കാണിക്കാൻ സഹായിക്കുന്നതിൽ വലിയൊരു പങ്ക് തന്നെയുണ്ട് ഈ PPI ഡെൻസിറ്റിക്ക്. എന്നാൽ നമ്മളിൽ പലരും 48 മെഗാപിക്സൽ ക്യാമറയും 5000 mAh ബാറ്ററിയും അല്ലാതെ മറ്റൊന്നും കൂടുതലായി അന്വേഷിക്കാറുമില്ല.
ഇന്ന് കാണുന്ന മിക്ക ബഡ്ജറ്റ് ഓർ മിഡ് റേഞ്ച് ഫോണുകളിലെയും PPI നോക്കുമ്പോൾ വളരെ കുറഞ്ഞ സാന്ദ്രത നൽകിയിരിക്കുന്നതായി പലപ്പോഴും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ ഫോണിൻ്റെ പ്രോസസ്സർ വരുന്നത് ഒക്ടാകോർ മീഡിയാടെക് ഹീലിയോ P65 ആണ്. GPU ആണെങ്കിൽ മാലി G52. ഈ ഫോണിൻ്റെ മുൻ തലമുറക്കാരായ A30 and A30Sൻ്റെ ചിപ്പ് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു അപ്ഗ്രേഡ് ആയിരിക്കും ഹീലിയോ P65. പിന്നെ 4GB and 6GB RAM, 64 and 128GB ഇൻറ്റേർണൽ മെമ്മറിയും ഫോണിന് വരുന്നുണ്ട്. കൂടാതെ എക്സ്റ്റേണൽ ഡെഡിക്കേറ്റഡ് സ്ലോട്ടും ഫോണിനുണ്ട്. ഫോണിൻ്റെ സെക്യൂരിറ്റി ലോക്കിനായി ഉപയോഗിച്ചിരിക്കുന്നത് അണ്ടർ ഡിസ്പ്ലേ ഓപ്റ്റിക്കൽ ഫിംഗർ പ്രിൻറ് സെൻസറാണ്. പിന്നെ ഫേസ് ലോക്കും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ കമ്പനി നോൺ റിമൂവബിൾ ലിഥിയം പോളിമർ 5000 mAh ബാറ്ററിയാണ് നൽകിയിരിക്കുന്നത്. ഒരു മിഡ് റേഞ്ച് ഫോണിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പവർഫുൾ ബാറ്ററി തീർച്ചയായും യൂസേഴ്സിന് നല്ലൊരു ബാക്കപ്പ് തന്നെ നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. പിന്നെ ചാർജിങ്ങിനായി നൽകിയിരിക്കുന്നത് 15 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറാണ്. ഈ ഒരു ബാറ്ററിയിൽ 15 വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ് എത്ര കണ്ട് പ്രതിഫലിക്കും എന്നുള്ളത് തീർച്ചയായും അത് കണ്ടറിയേണ്ടത് തന്നെയുണ്ട്. ഇനി സാംസങ് A31ൻ്റെ പ്രധാന സവിശേഷതകളിലൊന്നായ ക്യാമറയെപ്പറ്റി പറയുകയാണെങ്കിൽ ബാക്ക് സൈഡിൽ 4 ക്യാമറ സെൻസറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാന സെൻസർ വരുന്നത് 48 മെഗാപിക്സലാണ്. ഇതിൻ്റെ അപ്പാച്ചർ ആവട്ടെ f2.0 ആണെങ്കിൽ 0.8 പിന്നെ വരുന്നത് ഇതിൻ്റെ അൾട്രാ വൈഡ് ലെൻസ് ആണ്. 8 മെഗാപിക്സലാണ് ഇത് വരുന്നത്. അപ്പാച്ചർ ആവട്ടെ f2.2 ആണെങ്കിൽ 1.12. പിന്നെ പുതുതായി ഇതിൽ കൊണ്ടുവന്നിരിക്കുന്ന മാക്രോ ലെൻസ് ആണ്. ഇത് 5 മെഗാപിക്സൽ ആണെങ്കിൽ അപ്പാച്ചർ വരുന്നത് f2.4 ആണ്. ഡെപ്ത് ക്യാമറയാണ് അടുത്തത്. മാക്രോ ലെൻസിൻ്റെ അതേ സൈസ് തന്നെയാണ് ഇതിനും വരുന്നത്. ഈ ഫോണിൻ്റെ ക്യാമറയിൽ OIS ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ്റെ ആബ്സെൻസ് ഉണ്ട് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ക്യാം സെൽഫി ക്യാമിനെ പറ്റി പറയുകയാണെങ്കിൽ 20 മെഗാപിക്സലിൻ്റെ സിംഗിൾ സെൻസറാണ് കമ്പനി ഇതിന് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ അപ്പർച്ചർ ആവട്ടെ 2.2 കൂടുതൽ മനസ്സിലാക്കിയെടുത്തോളം ഇന്നത്തെ യൂസേഴ്സിന് സിംഗിൾ ലെൻസോ അല്ലെങ്കിൽ ഡുവൽ ലെൻസോ ഒന്നും തന്നെ മതിയാകുന്നില്ല. ഇതൊക്കെ കണ്ടു മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കമ്പനികൾ പരസ്പരം മത്സരിച്ചുകൊണ്ട് ഇന്നത്തെ ഫോണുകളിൽ കൂടുതൽ ലെൻസുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ലോഞ്ച് ചെയ്യുന്നത്. സാംസങ് A31 അതുപോലെ തന്നെയാണ് ഇതിൻ്റെ മുമ്പത്തെ വേർഷനിൽ നിന്നും വ്യത്യസ്തമായി 4 ലെൻസുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഫോണിൻ്റെ 3 കാര്യങ്ങൾ തീർച്ചയായും എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഒന്ന് ഇതിൻ്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേ തന്നെയാണ്. മറ്റൊന്ന് ഇതിൻ്റെ ക്യാമറ, പിന്നെ ഇതിൻ്റെ ഹൈ കപ്പാസിറ്റി ബാറ്ററിയും. ഈ ഫോൺ 3 നിറങ്ങളിലായാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ളത്. ഒന്ന് പ്രിസം ക്രഷ് ബ്ലൂ, മറ്റൊന്ന് പ്രിസം ക്രഷ് വൈറ്റ്, പിന്നെ പ്രിസം ക്രഷ് ബ്ലാക്കും. അപ്പോൾ തീർച്ചയായും സാംസങ് A31 ഉപയോഗിച്ചെടുത്ത കുറച്ച് ചിത്രങ്ങൾ നമുക്ക് തീർച്ചയായും കാണാം. എല്ലാം കൊണ്ടും നമ്മുടെ കയ്യിലൊതുങ്ങുന്ന ബഡ്ജറ്റ് ഫോണായ സാംസങ്ങിന്റെ A31 ആണ് നമ്മളിവിടെ കണ്ടു കഴിഞ്ഞത്. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമന്റ് ചെയ്യുക. ഇനിയും കൂടുതൽ വ്യത്യസ്തങ്ങളായ വീഡിയോകളുമായി നിങ്ങളുടെ മുമ്പിൽ എത്താൻ ഞാൻ ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്. ബൈ.